Hello dear student, welcome back to Ejuval 2.0. അപ്പോൾ ഈ വീഡിയോ +2 അക്കൗണ്ടൻസി കുട്ടികൾക്ക് 20 മാർക്ക് ഷുവർ ആണ് എന്ന് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആയിട്ടാണ്. ഇതിൽ നമുക്ക് 4 മാർക്കിനും 5 മാർക്കിനും 3 മാർക്കിനും ചോദിച്ച ക്വസ്റ്റ്യൻസ് മിസ് ചെയ്തിട്ടുണ്ട്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചിലപ്പോൾ നമുക്ക് 4 മാർക്കിൻ്റെ 3 എണ്ണം ആദ്യം എഴുതുക, 3 മാർക്കിൻ്റെ 3 എണ്ണം എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരിക. അതായത് ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഷോർട്ട് മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മളതിന് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഷുവർ ആണോ എന്ന് ചോദിച്ചാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്നതാണ്. ബോത്ത് AFS ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസ് ആർ മസ്റ്റ് വാച്ച് ദിസ്. 2 പേർക്കും നിർബന്ധമായും പഠിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനൊരു 5-6 ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അതിൽ 2 എണ്ണം പ്രോബ്ലം ആണ്. അത് മിസ് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. പ്രോബ്ലം ചെയ്ത് കാണിക്കുന്ന ഒരു വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്കതൊന്നും കൂടി വേഗം പഠിക്കാൻ പറ്റും. അല്ലാതെ തിയറിയും പ്രോബ്ലം കൂടി ഒരുമിച്ച് ചെയ്ത് ടൈം ലാഗ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. അപ്പോൾ ഇത് 2 പാർട്ടായിട്ടാണ് മിസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു പാർട്ട് തിയറി പാർട്ടും അതുപോലെ തന്നെ വേറൊരെണ്ണം 2 പ്രോബ്ലം ചെയ്യുന്ന ഒരു വീഡിയോസും. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ദെൻ 15 ഡേയ്സ് ക്രാഷ് കോഴ്സിനെ കുറിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ അതിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ഒക്കെയാണിത്. 4 മാർക്കിൻ്റെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ സ്റ്റുഡൻസിൻ്റെ ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ അത് 5 മാർക്കിനായിട്ടാണ് നമ്മുടെ AFS കുട്ടികളോട് ചോദിക്കുക. അപ്പോൾ ഇതിൽ തിയറി ഉണ്ട്. മിസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി നോക്കുമ്പോൾ തിയറിയും 4 മാർക്കിനുണ്ട്, പ്രോബ്ലംസും 4 മാർക്കിനുണ്ട്. അപ്പോൾ നിങ്ങൾ ബോത്ത് തിയറി ആൻഡ് പ്രോബ്ലംസ് ആർ ഈക്വൽ ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ 1 മാർക്കിന് മാത്രമായിട്ടല്ല നമ്മൾ തിയറി പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ തിയറീസും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രോബ്ലം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രോബ്ലം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇതിന് തൊട്ട് പിന്നാലെ പാർട്ട് 2 വരും കേട്ടോ. ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ 4 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്കറിയാം ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ 2nd ചാപ്റ്ററിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെല്ലാം ഉണ്ട്. ഫിക്സഡ് ക്യാപിറ്റലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലും തമ്മിൽ ഡിഫറൻസ്. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ നമുക്ക് 2 അക്കൗണ്ട് തയ്യാറാക്കണം. ദാറ്റ് ഈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് കറണ്ട് അക്കൗണ്ട്. ഫ്ലക്ച്വേറ്റിംഗ് എന്ന് പറയുമ്പോൾ ദർ ഈസ് ഓൺലി 1 അക്കൗണ്ട്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 2nd ചാപ്റ്ററിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ചെയ്തിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ. അത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് എടുക്കുന്നുണ്ട് കേട്ടോ, എല്ലാവരും പോയി കാണാം. ദെൻ വാട്ട് യു മീൻ ബൈ ഗുഡ് വിൽ ആൻഡ് 4 ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇറ്റ്. എന്താണ് ഗുഡ് വിൽ? ഗുഡ് വിൽ എന്താണ്? അതുപോലെ അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും 4 ഫാക്ടേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വരുന്നത് അഡ്മിഷൻ്റെ ചാപ്റ്ററിലാണ് ഗുഡ് വില്ലിൻ്റെ ഒരു പോർഷൻ വരുന്നത്. അഡ്മിഷൻ്റെ ചാപ്റ്ററിൽ എന്താണ് ഗുഡ് വില്ല്, അതുപോലെ തന്നെ അതിൻ്റെ ഫാക്ടേഴ്സ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എടുത്തൊക്കെ ഡയറക്റ്റ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് നോക്കിയാൽ കാണാം. നിങ്ങൾ PDF ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അതിൽ നോക്കിയിട്ട് പഠിക്കുക കേട്ടോ. എന്താണ് ഗുഡ് വിൽ? എന്താണ് ഗുഡ് വിൽ? മീനിങ് ഓഫ് ഗുഡ് വിൽ നിങ്ങൾ പഠിക്കുക. ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് ദി ഫേം ഇൻ റെസ്പെക്ട് ഓഫ് ഫ്യൂച്ചർ പ്രോഫിറ്റ് ഓവർ ആൻഡ് എബവ് ദി നോർമൽ പ്രോഫിറ്റ്. അതായത് നമുക്ക് ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുള്ള ആ ഒരു റെപ്യൂട്ടേഷൻ്റെ വാല്യൂ. റെപ്യൂട്ടേഷൻ നമ്മുടെ സൽപ്പേര്, നമ്മുടെ കമ്പനിയുടെ ഗുണം, അതിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ ഗുഡ് വിൽ എന്ന് പറയുക. ഇത് ആൻറ്റിസിപ്പേറ്റഡ് എക്സസ് ഏർണിങ്സ് ആണെന്ന് പറയും. അതുപോലെ ഇതൊരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ഇത് നത്തിങ് മോർ ദാൻ ദ പ്രോബബിലിറ്റി ഓഫ് ദി ഓൾഡ് കസ്റ്റമർ വിൽ റിസോർട്ട് ടു ദ ഓൾഡ് പ്ലേസ്. അതായത് ഇതുണ്ടെങ്കിലാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് പിന്നെയും നമ്മുടെ ആ ഒരു സൽപ്പേര്, നല്ല സ്ഥലങ്ങളിലല്ലേ എല്ലാവരും പോവുള്ളൂ, സൽപ്പേര് നിലനിർത്തി വരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇറ്റ് ഈസ് എക്സസ് പ്രോഫിറ്റ് ഏൺ ഓവർ ആൻഡ് എബവ് വാട്ട് ആർ ദ ഫേം ഏൺഡ്. അതായത് ഓൾറെഡി ഏൺ ചെയ്യുന്നതിനേക്കാൾ എത്ര കൂടുതൽ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനെയാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് വഴി നമ്മൾ ഗുഡ് വില്ല് കണ്ടുപിടിക്കാമെന്നൊക്കെ പറയാം. അപ്പോൾ ഗുഡ് വില്ല് എന്താണെന്നൊരു 2-3 സെൻറ്റൻസിൽ ചെയ്ത് അതൊരു ആൻറ്റിസിപ്പേറ്റഡ് ഫേമിൻ്റെ വാല്യൂ ആണ്, നമ്മൾ മുൻകൂട്ടി കണക്കാക്കുന്ന ഒരു വാല്യൂ ആണ്. ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 6 ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിലൊരു 4 ഫാക്ടേഴ്സ് പഠിക്കാം. ലൊക്കേഷൻ, നേച്ചർ ഓഫ് ബിസിനസ്, എഫിഷ്യൻസി, ടൈം ഫാക്ടർ, മാർക്കറ്റ് സിറ്റുവേഷൻ ആൻഡ് സ്പെഷ്യൽ അഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജസിൽ പാറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, ഇതൊക്കെ നമുക്ക് കിട്ടും. അതായത് ഗവൺമെൻറ്റിൻ്റെ ഒരു കൺസിഡറേഷനും റോ മെറ്റീരിയൽസിൻ്റെ സപ്ലൈനൊക്കെ നമുക്ക് ലോങ് ടേം ആയിട്ട് നിലനിർത്താനും നല്ല ഗുഡ് വില്ലുള്ള ഫേം ആണെങ്കിൽ അത്രയും ബെറ്ററാണ്. അപ്പോൾ ആ ഒരു ഫാക്ടേഴ്സ് എഫക്റ്റിംഗ്
ഗുഡ് വിൽ. നമ്മൾ 4 എണ്ണമാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. 5 മാർക്കിൻ്റെ പ്രോബ്ലം ആയിട്ടും തിയറി ക്വസ്റ്റ്യൻ ആയിട്ടും 4 മാർക്കിൻ്റെയും നമുക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ഒരു ചോദ്യം നല്ല രീതിയിൽ എല്ലാവരും തിയറി പഠിക്കുക. തിയറി പഠിച്ചാലും നിങ്ങൾക്ക് ജയിക്കാം. ഓക്കെ, തിയറി പഠിച്ചാലും നിങ്ങൾക്ക് ജയിക്കാനായിട്ട് സാധിക്കും. ദെൻ കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ ഓൺ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ്. ഇത് മിസ് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. ഈ ഒരു പ്രോബ്ലം നമുക്കിത് 5 മാർക്കിനും 4 മാർക്കിനും ചോദിക്കാറുണ്ട്. അപ്പോൾ 2 രീതിയിലും ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് വഴിയും സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് വഴിയും ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷൻസ് ചെയ്തിട്ട് ഇടാം. എക്സാമിന് തൊട്ട് മുന്നേ നാളെ തന്നെ നമ്മൾ ഇടുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെയാണ് റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ. ഇത് രണ്ടും കൂടിയിട്ട് മിസ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. രണ്ടും കൂടിയിട്ട്, അതായത് 5 മാർക്കിനും 4 മാർക്കിനും ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻ ആണ്. ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷൻ, റിവാലുവേഷൻ അക്കൗണ്ടിന്റെ പ്രോബ്ലം, രണ്ടും നമ്മൾ ചെയ്യാം കേട്ടോ. ദെൻ ജേർണൽ എൻട്രീസ് റിലേറ്റിംഗ് ടു ഗുഡ് വിൽ അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്കിന്റെ 2-3 തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. ഒരു റിട്ടയർമെന്റ് ടൈമിലെ ഗുഡ് വിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക, അത് പല സിറ്റുവേഷൻസ് ഉണ്ട്. ആ സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ പഠിക്കണം. ആ സിറ്റുവേഷൻസിൽ തന്നെ നമുക്ക് ഏത് സിറ്റുവേഷൻ ആണ് ചോദിക്കുക എന്ന് നമുക്ക് ഒരു ഉറപ്പില്ല. അതുകൊണ്ടാണ് അത് പ്രത്യേകം പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ട ജേർണൽ എൻട്രീസ് കാണിച്ചു തരാം. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ, ഒരു ഗുഡ് വിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെ, എപ്പോൾ നമ്മൾ റിട്ടയർമെൻറ്റ് നടത്തുമ്പോൾ. അത് നമുക്ക് ഒരു 2 സിറ്റുവേഷൻ ഉണ്ട്, 3 സിറ്റുവേഷനുകളുണ്ട്. കാരണം ഒന്നാമത് ഗുഡ് വില് ഡസ് നോട്ട് അപ്പിയർ ഇൻ ബുക്ക്, നമ്മളെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഇല്ല എങ്കിൽ. അതുപോലെ ഗുഡ് വിൽ ഓൾറെഡി അപ്പിയറിങ് ഇൻ ബുക്ക്, നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഉണ്ട് എങ്കിൽ. ഇനി നമ്മുടെ ഗുഡ് വില്ലിൻ്റെ വാല്യൂ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് നമുക്ക് സിറ്റുവേഷൻ തരിക. അപ്പോൾ ഗുഡ് വില് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഇല്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗുഡ് വിൽ ഈസ് ഓൾറെഡി, ഇതിൻ്റെ മീനിങ് ആണ് പറയുന്നത്. ഗുഡ് വിൽ ഈസ് റൈസ്ഡ് അറ്റ് ഇറ്റ് ഫുൾ വാല്യൂ ആൻഡ് റിട്ടേൺഡ് ഇൻ ബുക്സ്. അങ്ങനെയാണെങ്കിൽ ഗുഡ് വിൽ അക്കൗണ്ട് അറ്റ് ടു ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ആ വാല്യൂ റൈറ്റ് ഓഫ് ചെയ്യണം അപ്പം തന്നെ. അപ്പോൾ ഗുഡ് വിൽ അക്കൗണ്ട് അറ്റ് റിമൈനിങ് പാർട്ട്നേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഗുഡ് വിൽ ന്യൂ റേഷ്യോയിൽ വിരിച്ചു കൊടുക്കുക. ദെൻ ഗുഡ് വിൽ നമുക്ക് റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്ത് റൈറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഗുഡ് വിൽ അക്കൗണ്ട് അറ്റ് ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മൾ പാർട്ട്നേഴ്സിന്, റിട്ടയറിംഗ് പാർട്ട്നേഴ്സിന് ഗുഡ് വിൽ കൊടുക്കുന്നു. പിന്നീട് റിമൈനിങ് പാർട്ട്നേഴ്സിൻ്റെ ഗുഡ് വിൽ നമ്മൾ ഓൾറെഡി റിട്ടേൺ ചെയ്യുന്നു. അപ്പം നേരെ ഓപ്പോസിറ്റ് റിമൈനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ഗുഡ് വിൽ. ഇനി ഗുഡ് വിൽ ഈസ് ഫേംസിൻ്റെ ബുക്സിൽ ഗുഡ് വിൽ ഇല്ല എങ്കിൽ നമ്മൾ റിമൈനിങ് പാർട്ട്നേഴ്സ് അക്കൗണ്ട് അറ്റ് ടു റിട്ടയറിംഗ് പാർട്ട്നർ. കാരണം അവരെന്ത് ചെയ്യാണ്, റിമൈനിങ് പാർട്ട്നേഴ്സ് റിട്ടയറിംഗ് പാർട്ട്നേഴ്സിന് അത് വീതിച്ചു കൊടുക്കുകയാണ്. ഇനി ഓൾറെഡി അപ്പിയർ, നമുക്ക് ഓൾറെഡി ബാലൻസ് ഷീറ്റിലെ സംഭവം ഉണ്ട് എങ്കിൽ നമ്മൾ എൻട്രി എന്ന് പറയുന്നത് ഗുഡ് വിൽ അക്കൗണ്ട് അറ്റ് ടു ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഗുഡ് വിൽ നമുക്ക് കുറേ വാല്യൂ കൂടുതലാണ് എങ്കിൽ നമ്മുടെ എൻട്രി വരിക ഓൾ പാർട്ട്നേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഗുഡ് വിൽ. അത് ഞാൻ 2 ഓപ്പോസിറ്റ് ആയിട്ട് പഠിച്ചാൽ മതി. നമുക്ക് ഇത് അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം, ഈ 2 സിറ്റുവേഷനിൽ ഇത് നിങ്ങൾ കാണാപാഠം പഠിക്കുകയാണ് ഏറ്റവും ബെറ്റർ. അതായത് ഈ ഒരു പാഠത്തിൽ ഇത് നമുക്ക് മസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ കാണാപാഠം പഠിക്കണം ഏറ്റവും ബെറ്റർ. ഈ 2 സിറ്റുവേഷനിലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കിട്ടണം. ഓക്കെ, ഈ ജേർണൽ എൻട്രീസ്. ദെൻ അടുത്തതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സാക്രിഫൈസിങ് റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ. ഇതും നമുക്ക് ചോദിക്കാറുണ്ട്. 3 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും തമ്മിലുള്ള ഡിഫറൻസസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഡിഫറൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദാറ്റ് ഈസ് എന്തായിരുന്നു, ഫിക്സ്ഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ആയിരുന്നു. ഇത് ഗെയിനിങ് റേഷ്യോയും സാക്രിഫൈസിങ് റേഷ്യോയും തമ്മിലുള്ള ഡിഫറൻസ് 3 മാർക്കിനാണ്. അപ്പോൾ ഒരു 3 പോയിന്റെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും തമ്മിൽ ഡിഫറൻസ് ആണ്. സാക്രിഫൈസിങ് റേഷ്യോ എന്ന് വെച്ചാൽ എന്താ, നമുക്ക് അഡ്മിഷൻ്റെ ടൈമിൽ പുതിയൊരു പാർട്ട്ണർ വരുന്നു. അപ്പോൾ നമ്മൾ അത് തന്നെ നമുക്ക് ആദ്യം എഴുതാലോ. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ഗെയിനിങ് റേഷ്യോ എന്താ, ഒരാൾ എന്ത് ചെയ്യാണ്, റിട്ടയർ ചെയ്തോ അല്ലെങ്കിൽ ഡെത്ത് ചെയ്തോ ഇൻസോൾവെൻ്റ് ആയിട്ട് പോകുമ്പോൾ അയാളുടെ ഷെയർ നമുക്ക് കിട്ടുകയാണ്. സോ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഒന്നാമത്തെ പോയിന്റ് ആയല്ലോ. ഇനി ഇതിൻ്റെ ഡെഫിനേഷൻ എഴുതി വെക്കുക. ഇറ്റ് ഈസ് ദ റേഷ്യോ ഇൻ വിച്ച് ഓൾഡ് പാർട്ട്ണർ സാക്രിഫൈസ് ദെയർ ഷെയർ പ്രോഫിറ്റ് ഇൻ ഫേവർ ഓഫ് ഇൻകമ്മിങ് പാർട്ട്നേഴ്സ്. ഒരു പാർട്ട്ണർ വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പാർട്ട്നേഴ്സ് സാക്രിഫൈ ചെയ്യാണ്, അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നതിൻ്റെ അവർ വേണ്ടാന്ന് വെക്കുകയാണ്, അവർ സഹിച്ച് അവർക്ക് കൊടുക്കുകയാണ്. അതാണ് ഇൻകമ്മിങ് പാർട്ട്ണർ വരുമ്പോൾ അവരുടെ പ്രോഫിറ്റിൻ്റെ ഷെയർ വേണ്ട എന്ന് വെക്കുന്നതിനാണ്, ആ ഒരു റേഷ്യോനെയാണ് സാക്രിഫൈസിങ് റേഷ്യോ. ഇതെന്ന് വെച്ചാൽ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ആര് പോകുമ്പോൾ, ഒരു ഗോയിങ് പാർട്ട്ണർ പോകുമ്പോൾ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിന് കിട്ടുന്ന ഗെയിനാണ്, പ്രോഫിറ്റ് അവർ ഷെയർ ചെയ്യാനുള്ള ആ ഗെയിനിനെയാണ് ഗെയിനിങ് റേഷ്യോ എന്ന് പറയുക. രണ്ടിൻ്റെയും മീനിങ് ഏതാ, രണ്ടാമത്തെ ഡിഫറൻസ്. മൂന്നാമത്തെ നിങ്ങൾ എഴുതേണ്ടത് ഇറ്റ് ഈസ് എക്സസ് ഓഫ് ഓൾഡ് റേഷ്യോ മൈനസ്
ന്യൂ റേഷ്യോ. ഇത് ഓൾഡ് റേഷ്യോ ആയിരിക്കും കൂടുതൽ, ന്യൂ റേഷ്യോ കുറവായിരിക്കും. ഇത് എക്സസ് ഓഫ് ന്യൂ റേഷ്യോ ഓവർ ഓൾഡ് റേഷ്യോ. ഇവിടെ നമുക്ക് ന്യൂ റേഷ്യോ ആയിരിക്കും കൂടുതൽ, ഓൾഡ് റേഷ്യോ പഴയതായിരിക്കും, കുറവായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ ഇവിടെ എഴുതി ചേർക്കാം. സാക്രിഫൈസിങ് റേഷ്യോ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ, ദെൻ ഗെയിനിങ് റേഷ്യോ ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്വേഷനും കൂടെ എഴുതിയാൽ 4ാമത്തെ പോയിന്റ് ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു മാർക്കും വെറുതെ കളയേണ്ട, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ് കേട്ടത്. ഓക്കെ, അപ്പോൾ ഈ 6 ക്വസ്റ്റ്യൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ തിയറി മെയിനായിട്ട് വന്നിട്ടുണ്ട് 4 മാർക്കിനും 3 മാർക്കിനും. അത് മിസ് ഇപ്പോൾ പറഞ്ഞു തന്നു. നിങ്ങൾക്ക് വേഗം ഒന്ന് ഓടിച്ചിട്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ എക്സാമിൻ്റെ അന്ന് രാവിലെയോ അല്ലെങ്കിൽ എടുക്കുമ്പോൾ നൈറ്റോ ഈ വീഡിയോ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് ആ തിയറി ക്വസ്റ്റ്യൻസ് വേഗം ഒന്ന് ടപ്പ് ചെയ്ത് കയറാനായിട്ട് സാധിക്കും. ദെൻ ഫ്ലക്ച്വേറ്റിങ്ങും ഫിക്സഡും നമ്മൾ ഡിഫറൻസ് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് എടുക്കുന്നുണ്ട്. 2ാം ചാപ്റ്റർ കംപ്ലീറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പഠിക്കേണ്ടതും പ്രോബ്ലംസൊക്കെ കംപ്ലീറ്റ് ഉണ്ട് അതിൽ, അത് നോക്കാം. ദെൻ 2 പ്രോബ്ലംസ് നമ്മൾ വൈകാതെ ചെയ്യും. ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷൻ പ്രോബ്ലം, അതേപോലെ തന്നെ നമ്മുടെ റിവാലുവേഷൻ അക്കൗണ്ട് പ്രോബ്ലം നമ്മൾ വൈകാതെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികളും +2 അക്കൗണ്ടൻസി വേഗം പഠിക്കുക. അതായത് AFS കുട്ടികളായാലും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസ് ആയാലും ഒരുപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിനെ മാക്സിമം അറിയാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.